ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഞണ്ട് റോസ്റ്റ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ഞണ്ടാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഒരു 6-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അത് ഉണ്ടാക്കാൻ വേണ്ടത്. നമ്മൾ ഇതിലേക്ക് ഫ്രഷായിട്ടും മസാല പൊടിച്ചെടുത്തിട്ടാണ് ഈ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2-3 ഗ്രാമ്പും 1 കഷ്ണം കറുവാപ്പട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 5-6 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കണം. പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വേണ്ട, അത്രയും വേണ്ട, കുറച്ച് മാത്രം ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് വറുത്ത് എടുക്കണ്ട. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി അതൊന്ന് ചെറുതായിട്ട് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് തണുത്തിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. എണ്ണ ഒഴിക്കാതെയാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. ഇത്രയും വറുത്തെടുത്താൽ മതി. ഇതൊന്നും നമുക്ക് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കണം. ഇനിയും നമുക്ക് ഞണ്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവോളയൊക്കെ ഒന്ന് കളർ മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം പച്ചമണം മാറുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന ആ മസാലക്കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ മസാല ഇതിലെ ചേർക്കുന്നുള്ളൂ. ബാക്കി മസാല നമ്മൾ ഞണ്ട് കുറച്ച് വെന്ത് കഴിയുമ്പോഴാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ മുളക് ചേർത്തതാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്ന ഒരു കളറിന് വേണ്ടി മാത്രമാണ്. ഇത് നമ്മൾ വറ്റൽമുളകും കുരുമുളകും ചേർത്തിട്ട് പൊടിച്ചെടുത്ത മസാലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് പഴുത്ത തക്കാളി ആയിരിക്കണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയൊക്കെ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ആ മസാലയും ഇതും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വരണം. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഞണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വരണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം.
വെള്ളം കൂടെ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയി. നമുക്കിതൊന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന മസാലയിലെ ബാക്കിയുള്ള മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ഏകദേശം 1.5 ടേബിൾ സ്പൂൺ മസാലയും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു. ആ മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം നാരങ്ങാ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ നാരങ്ങാ നീരും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കാം. മസാലയും നാരങ്ങാനീരും കറിവേപ്പിലയുടെ എല്ലാം ടേസ്റ്റ് ഈ ഞണ്ടിൽ നല്ലതായിട്ട് പിടിക്കാൻ വേണ്ടി ഞാനിതിൽ ഇത്തിരി ചാറ് വെച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് ഡ്രൈ ചെയ്യണമെങ്കിൽ കുറച്ച് നേരം കൂടെ നമുക്കിതുപോലെ തന്നെ ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാകുമ്പോൾ ഇത്തിരി ചാറ് വെക്കണം. അതുമല്ല ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ച് ചാറ് വറ്റി വരും. നമ്മുടെ ടേസ്റ്റിയായ ഞണ്ട് റോസ്റ്റ് റെഡിയായി. അതിനെയും ഒരു സെർവിംഗ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.